നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്നോൾ ബ്ലെൻഡിങ് ഗവൺമെൻറ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തത്, അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നാണ് ചർച്ച. ഭാഗം 6ആണ്. ആ ഭാഗം 6ൽ ഞാൻ ചർച്ച ചെയ്യാൻ വെച്ചിരുന്ന ഒരു വിഷയം എത്നോൾ വേഴ്സസ് ഇലക്ട്രിക് കാറായിരുന്നു. പക്ഷെ അത് ഇന്ന് ഞാൻ മാറ്റിയിരിക്കുകയാണ്. കാരണം ഒരു റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ട് മാത്രം ഞാൻ അതും അടുത്ത ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കി എത്നോൾ എന്താണെന്ന്. അത് എത്തനോൾ രണ്ടാമത്തെ പാർട്ടിൽ എത്നോൾ എങ്ങനെ നിങ്ങൾ ഫ്യൂൽ ടാങ്കിൽ എത്തുന്നതും, അതിനുശേഷം E85 E85 E100 ഫ്ലെക്സ് ഫ്യൂളിനെ എന്താണ് സാങ്കേതിക വിദ്യ, അതേപോലെ പണം ഒഴുകുന്ന വഴി എങ്ങോട്ടാണെന്ന് 4ാം പാർട്ടിൽ കണ്ടു. പിന്നെ 5ാം പാർട്ടിൽ ഫുഡ് വേസ്റ്റ് ഫ്യൂൽ. ഇന്നത്തെ പാർട്ട് എങ്ങനെയാണ് ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നമുക്ക് ഈ ഇതിൽ കേൾക്കാം. അവസാനം വരെ നിങ്ങൾ കേൾക്കണം. എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഗസറ്റ്സും നോട്ടിഫിക്കേഷൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാം പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ എത്നോൾ വിപ്ലവം, എത്നോൾ പദ്ധതി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ ജനങ്ങളിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നതാണോ? സമഗ്ര അന്വേഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ പോകാം. 2001 തൊട്ട് 2026 സർക്കാർ നയങ്ങൾ, ഗസറ്റ് വിജ്ഞാപനങ്ങൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ, നീതി ആയോഗ് റോഡ് മാപ്പ് ആലോചനകൾ, നടപ്പാക്കൽ, ഭാവി പദ്ധതികൾ, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഇതിൽ യഥാർത്ഥ ചോദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം ഗവൺമെൻറ് ഡോക്യുമെൻ്റ് പ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ ഒരു സ്റ്റോറി ലൈൻ പോലെ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു, നിങ്ങളുടെ കാറിൽ പെട്രോൾ നിറയ്ക്കുന്നു. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്നു, ഈ പെട്രോളിൽ ഇപ്പോൾ എത്ര ശതമാനം എത്തനോൾ ഉണ്ട്? അപ്പോൾ മറ്റൊരു ചോദ്യം, എപ്പോഴാണ് സർക്കാർ ഈ തീരുമാനിച്ചത്? ഇത് അടുത്തിടെ എടുത്ത ഒരു തീരുമാനമാണോ? ജനങ്ങളുടെ പെട്ടെന്ന് അറിയിച്ചുള്ള ഒരു തീരുമാനമായിരുന്നോ? അതോ ഇതിന് പിന്നിൽ 20 വർഷത്തിലെ പഴക്കമുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു? ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് എപ്പോൾ അറിയാമായിരുന്നു ഇത്? ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് എപ്പോൾ അറിയാമായിരുന്നു? അതേപോലെ കർഷകരുടെ പങ്ക് എപ്പോഴാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്? E20 എപ്പോൾ തീരുമാനിച്ചു? 2030 എന്ന ലക്ഷ്യം എങ്ങനെ 2025 മാറി? ജനങ്ങളും എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? ഇതൊക്കെ സർക്കാർ രേഖകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് കൺസൾട്ടേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ന് നമുക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങളെ മാറ്റി നിർത്തി പറയാം. രേഖകൾ നമുക്ക് മാത്രം പരിശോധിക്കാം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം, ക്യാബിനറ്റ് ഡിസിഷൻസ് നോക്കാം, ഗവൺമെൻറ് പോളിസി ഡോക്യുമെൻറ്റ്സ് നോക്കാം, നീതി ആയോഗ് റിപ്പോർട്ട്സ്, PIB റിലീസസ്, പാർലമെൻ്ററി റെക്കോർഡ്സ്, ഒഫീഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ. ഈ രേഖകളെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ എത്തനോൾ പദ്ധതി ഇന്നലെ തുടങ്ങിയതല്ല. അതിൻ്റെ വേരുകൾ 2 ഡെക്കേഡ്സ് പിന്നിലാണ്, 20 വർഷം. പക്ഷേ മറ്റൊരു പ്രധാന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തുടക്കം മുതൽ എല്ലാം ഒരേ രീതിയിൽ ആസൂത്രണം ചെയ്തതാണോ? അല്ല. പദ്ധതി വർഷങ്ങളായി വികസിച്ചു, ലക്ഷ്യങ്ങൾ പിന്നീട് മാറി. ചില ഘട്ടങ്ങളിൽ പദ്ധതി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുടക്കത്തിലേക്ക് പോകാം. എന്ന് വെച്ചാൽ 2001 E20 വളരെ മുമ്പ് പോകണം. കാരണം E20 അന്ന് ഒന്നും ആയിട്ടില്ല. ഇന്ത്യയുടെ എത്തനോൾ കഥയിൽ പ്രധാനപ്പെട്ട ആദ്യ വർഷങ്ങളിൽ ഒന്നാണ് 2001 നവംബർ 29 സർക്കാർ 5% എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കാനുള്ള തീരുമാനം എടുത്തതായി സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അത് E20 ആയിരുന്നില്ല, അത് E100 ആയിരുന്നില്ല. ആദ്യ ലക്ഷ്യം E5 ആയിരുന്നു. അഥവാ 95% പെട്രോൾ പ്ലസ് 5% എത്തനോൾ ആയിരുന്നത്. അന്ന് ഇന്ത്യയിൽ ഇന്നത്തെ പോലെ വലിയ എത്തനോൾ ഇൻഡസ്ട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങൾ സാധാരണമായിരുന്നില്ല. E20 എന്ന വാക്ക് ഇന്നത്തെ പോലെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സർക്കാർ എത്തനോളിനെ ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവലായി പരിഗണിക്കാൻ തുടങ്ങി.
അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, എത്നോൾ എന്ന ആശയം 2025 പെട്ടെന്നുണ്ടായതല്ല. അതിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിലോട്ട് വീണ്ടും പോവാം. 2002 ആദ്യത്തെ പ്രധാന ഗസറ്റ് നോക്കാം. ഇവിടെ ഒരു പ്രധാന തീയതി കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും കാണുന്നു GSR, ഗസറ്റ് നമ്പറാണ് GSR എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ 644E 2001 ഗസറ്റ് അല്ല അത്. ഇത് 12 സെപ്റ്റംബർ 2002 മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ ആണ്. ഇത് 5% എത്നോൾ ബ്ലെൻഡഡ് പെട്രോൾ സംബന്ധിച്ച് പ്രധാന നിയമപരമായ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1 ജാനുവരി 2003 മുതൽ നിർദ്ദിഷ്ട സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിലെ 5% പെട്രോൾ ബ്ലെൻഡൽ വിൽപ്പന ആരംഭിക്കുന്നതായിരുന്നു തീരുമാനം. അതിനാൽ ടൈം ലൈൻ ഇങ്ങനെയായിരുന്നു. അതിന്റെ ടൈം ലൈൻ എന്ന് വെച്ചാൽ 29 നവംബർ 2001 ഗവൺമെന്റ് ഡിസിഷൻസ് എടുക്കുന്നു. 12 സെപ്റ്റംബർ 2002 GSR 644 ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിക്കുന്നു. 1 ജാനുവരി 2003 E5 ഇംപ്ലിമെന്റേഷൻ ചെയ്യുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. കാരണം അവിടെ ഒരു ഡിസിഷൻ ആണ് എടുത്തിരിക്കുന്നത് അവർ. പിന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അടുത്ത വരുന്നത് വന്നിട്ട് പിന്നെ ഇംപ്ലിമെന്റേഷൻ അവർ ചെയ്യുന്നു. അത് വന്നിട്ട് എന്ന രീതിയിലാണ് പദ്ധതി മുന്നോട്ട് പോയത്. ഇനി നമുക്ക് 2003 പോകാം. ഇന്ത്യ E5 ആരംഭിക്കുന്നു. 2003 ജാനുവരി 1 ഇന്ത്യയിലെ നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ E5 ആരംഭിച്ചു. അന്ന് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 20% ആയിരുന്നില്ല. അന്ന് വെറും 5% ഇതാണ് എത്നോൾ പ്രോഗ്രാമിന്റെ അടിസ്ഥാന മാതൃക. അപ്പോൾ അതിനുശേഷം പിന്നെ പൈലറ്റ് ഇനിഷ്യൽ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ തുടങ്ങിയായിരുന്നു. അതിൽ E5 നേരെ അതിന് എക്സ്പാൻഷൻ ചെയ്യാനുള്ള പ്ലാനിങ് തുടങ്ങി. അത് അടൽ ബിഹാരി ഗവൺമെന്റ് ടൈമിനായിരുന്നു. E10 മാറാൻ വേണ്ടിയുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം. പിന്നെ അത് E20 ആക്കാനുള്ളതായിരുന്നു. അതായത് സർക്കാർ ആദ്യ ദിവസം തന്നെ നാളെ മുതൽ എല്ലാ കാറുകളും E20 എന്ന് പറഞ്ഞതല്ല, പദ്ധതി ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. 2004 മറ്റൊരു പ്രധാന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2004 വീണ്ടും റെഗുലേറ്ററി ഫ്രെയിംവർക്ക് മാറ്റപ്പെട്ടു. GSR 705E 27 ഒക്ടോബർ 2004 പുറത്തിറങ്ങി. ഈ നോട്ടിഫിക്കേഷൻ മുൻകാലം എത്നോൾ നോട്ടിഫിക്കേഷനിലുള്ള ചില വ്യവസ്ഥകൾ സൂപ്പർസീഡ് ചെയ്തു. ഇത് എന്താണ് കാണിക്കുന്നത്? നയം ഒറ്റ നോട്ടിഫിക്കേഷനിൽ അവസാനിച്ചില്ല. ഗവൺമെന്റ് എക്സ്പീരിയൻസ് അനുസരിച്ച് റെഗുലേഷൻ മാറ്റി, ഇംപ്ലിമെന്റേഷൻ വിപ്ലവീകരിച്ചു, പുതിയ ഫീഡ് സ്റ്റോക്ക് പരിഗണിച്ചു, പ്രൊക്യൂർമെന്റ് സംവിധാനങ്ങൾ വികസിപ്പിച്ചു. അതായത് ഇതൊരു ഇവോൾവിംഗ് പോളിസി ആയിരുന്നു. അത് കാലത്തിനനുസരിച്ച് മാറ്റി കൊണ്ടുപോവേണ്ടതായിരുന്നു. 2006 പദ്ധതി വിപുലീകരിക്കുന്നു. 2006 5% എത്നോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം സംസ്ഥാനങ്ങൾ വിപ്ലവമായി സർക്കാർ വിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഉയർന്നു. ലക്ഷ്യം പ്രഖ്യാപിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ എത്നോൾ എവിടെ നിന്ന് കിട്ടും? ആവശ്യമായ എത്നോൾ ലഭിക്കാൻ വേണ്ടത് ഷുഗർ കെയിൻ, മൊളാസസ്, ഡിസ്റ്റിലറി, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, പ്രൊക്യൂർമെന്റ്, പ്രൈസിങ്, പെട്രോൾ പമ്പിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരുമിച്ച് വേണം. അതിനാൽ എത്നോൾ പ്രോഗ്രാം ഒരു ഫ്യൂവൽ പോളിസി മാത്രമല്ല, അത് ഒരു അഗ്രികൾച്ചർ പ്ലസ് ഇൻഡസ്ട്രി, അതേപോലെ എനർജി, ട്രാൻസ്പോർട്ട് പോളിസി ആയി മാറുകയായിരുന്നു. പിന്നെ 2009 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽ. 2009 ഇന്ത്യയുടെ ബയോഫ്യൂൽ പോളിസി കൂടുതൽ വിശാലമായി രൂപം നേടി. സർക്കാർ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽ എന്ന ഫ്രെയിംവർക്ക് അവതരിപ്പിച്ചു. ഇത് എത്നോൾ മാത്രം സംബന്ധിച്ച നയമായിരുന്നില്ല, ബയോഫ്യൂലിന്റെ ബ്രോഡർ ഡെവലപ്മെന്റ് ആയിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇതിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, ബയോഫ്യൂൽ ഡെവലപ്മെന്റ്, ഫീഡ് സ്റ്റോക്ക് അവൈലബിലിറ്റി, ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ് എന്നിവ കൂടുതൽ കോർഡിനേറ്റഡ് രീതിയിൽ കാണാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ടൈം ലൈൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞ കാര്യങ്ങളിൽ 2001 ഗവൺമെന്റ് ഡിസിഷൻ എടുക്കുന്നു. 2002
GSR ഗസറ്റ് 644 വരുന്നു. 2003 E5 ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നു. 2004 GSR ഗസറ്റ് 705 ഇറക്കുന്നു, പുറപ്പെടുവിപ്പിക്കുന്നു. 2006 പ്രോഗ്രാം എക്സ്പാൻഷൻ ചെയ്യുന്നു. 2009 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൾസ്, അതായത് എത്നോൾ പോളിസി ഒരു പുതിയ ആശയമായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണും. ഇനി നമുക്ക് വേറെ അടുത്ത ഇതിലേക്ക് നോക്കാം. പക്ഷെ പോളിസിന് റിയാലിറ്റി ഒരുപോലെ ആയിരുന്നില്ല. ഒരു സർക്കാർ ഇപ്പോൾ E5 അല്ലെങ്കിൽ E10 അല്ലെങ്കിൽ E20 ഒരു പ്രഖ്യാപനം നടത്തപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എത്നോൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. സപ്ലൈ ഇല്ലെങ്കിൽ ബ്ലെൻഡിങ് ടാർഗറ്റ് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു തീരെയുള്ളൂ. ഇന്ത്യയുടെ എത്തനോൾ പ്രൊക്യൂർമെന്റ് തുടക്കത്തിൽ വളരെ കുറവായിരുന്നു. പിന്നീട് കൂടുതൽ ഡിസ്റ്റിലറി, പുതിയ ഫീഡ് സ്റ്റോക്ക്, എത്തനോൾ പ്രൈസിങ്, ഗവൺമെന്റ് ഇൻസെന്റീവ്സ്, OMC പ്രൊക്യൂർമെന്റ് എന്നിവ വഴി സപ്ലൈ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെയാണ് എത്തനോൾ റെവല്യൂഷന്റെ യഥാർത്ഥ സാമ്പത്തിക കഥ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, ഇത് ഫുൾ നമ്മൾ ഇതിലേക്ക് പോവുകയാണ്, ബാക്കിലോട്ട്. 2018 വരാം. വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ എന്നത് നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൾ 2018 ജൂൺ 4 പോളിസി നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്നു. ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രകാരം ഗസറ്റ് പബ്ലിക്കേഷൻ ജൂൺ 2018 വരുന്നത്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2018 പോളിസിയിൽ 20% എത്തനോൾ ബ്ലെൻഡിങ് എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ടാർഗറ്റ് ഇയർ 2030 ആയിരുന്നു. അതിനാൽ 2018 E20 ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 2025 ടാർഗറ്റ് ആയിരുന്നില്ല അവിടെ. ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ഷൻ ഇവിടെയാണ് വരുന്നത്. 2018 പോളിസിയിൽ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? 2018 പോളിസിയുടെ ലക്ഷ്യം നമുക്കിവിടെ നോക്കാം. 2030 20% എത്തനോൾ ബ്ലെൻഡിങ് എന്നതായിരുന്നു. അതോടെ ഫീഡ് സ്റ്റോക്ക് ബേസ് വിപുലീകരിക്കണം എന്നുള്ള ശ്രമം. ഉദാഹരണത്തിന് ഷുഗർ കെയിൻ ജ്യൂസ്, മൊളാസസ്, ഷുഗർ കണ്ടെയ്നിങ് മെറ്റീരിയൽസ്, മെയ്സ്, ബ്രോക്കൺ റൈസ്, ഡാമേജ് ഫുഡ് ഗ്രെയിൻസ്, മറ്റ് അനുവാദികമായ ഫീഡ് സ്റ്റോക്ക് എന്നിവ. അതോടൊപ്പം 2G എത്തനോൾ അഥവാ അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്ന് എത്തനോൾ നിർമ്മിക്കുന്ന ടെക്നോളജിക്ക് പ്രധാനം നൽകിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഫീഡ് സ്റ്റോക്സിനെ മാറ്റണം? ഇന്ത്യയുടെ മുഴുവൻ എത്തനോൾ പ്രൊഡക്ഷന് ഷുഗർ കെയിന് മാത്രം ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? ഷുഗർ കെയിൻ പ്രൊഡക്ഷൻ റെയിൻഫോളിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇറിഗേഷൻ ആവശ്യപ്പെടും. വാട്ടർ അവൈലബിലിറ്റി പ്രധാനമാണ്. ഷുഗർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തുടങ്ങണം. അതിനാൽ സർക്കാർ വിവിധ ഫീഡ് സ്റ്റോക്ക് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ഷുഗർ കെയിൻ, മൊളാസസ്, മെയ്സ്, ബ്രോക്കൺ റൈസ്, ഡാമേജ് ഫുഡ് ഗ്രെയിൻസ്, അത് കൂടാതെ ഭാവിയിൽ റൈസിന്റെ സ്ട്രോ എന്ന് വെച്ചാൽ വൈക്കോല്, വീറ്റിന്റെ സ്ട്രോ, മറ്റേ ഗോതമ്പിന്റെ വൈക്കോൽ, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഇവയിൽ നിന്ന് എത്തനോൾ നിർമ്മിക്കുക. ഇതാണ് 2G എത്തനോൾ. ഇവിടം വരെയാണ് ഇവരെ ലക്ഷ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ 2018 സാമ്പത്തിക സഹായത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. അഡ്വാൻസ്ഡ് ബയോഫ്യൂൾ ടെക്നോളജി വികസിപ്പിക്കാൻ സർക്കാരിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രഖ്യാപിച്ചു. എത്തനോൾ ബെനിഫിഷ്യറീസ് 2G എത്തനോൾ ബയോ റിഫൈനറീസിനെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉൾപ്പെട്ടുള്ള പിന്തുണ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലക്ഷ്യം ഇന്നത്തെ എത്തനോൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക അല്ല, പകരം ഭാവിയിൽ എത്തനോൾ ഇൻഡസ്ട്രി നിർമ്മിക്കുക, അഥവാ അഗ്രികൾച്ചർ വേസ്റ്റ് ഫ്യൂവൽ എന്ന മാതൃകയിലേക്ക് പോകുക എന്നാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ 2018 E20 എപ്പോൾ ഇവിടെ വീണ്ടും 2018 ശ്രദ്ധിക്കപ്പെടുകയാണ് ഇവിടെ ഈ പോളിസി പ്രകാരം. കാരണം 20% എത്തനോൾ ബ്ലെൻഡിങ് 2030 എന്ന ലക്ഷ്യം ആയിട്ടാണ് പോകുന്നത്. അപ്പൊ 2001 E20 ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല. 2003 E20 ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല. 2009 ഇന്നത്തെ E20 ഇംപ്ലിമെന്റേഷൻ ടാർഗറ്റ്
ഉണ്ടായിരുന്നില്ല. 2018 E20 ടാർഗറ്റ് വ്യക്തമായി വന്നു. പക്ഷേ ടാർഗറ്റ് 2030 ആയിരുന്നു. പിന്നീട് അതാണ് മാറിയത്. അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ മാറുകയാണ്. ഇത് 2020 E20 വേഗത്തിലേക്ക് ആക്കാനുള്ള നീക്കം തുടങ്ങി. 2020 നവംബർ 28 എത്നോൾ ബ്ലെൻഡിംഗ് സംബന്ധിച്ച് കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ് തലത്തിൽ ചർച്ച നടന്നു. പ്രധാന വിഷയം മാനുഫാക്ചറിംഗ് ആയിരുന്നു. പിന്നെ സെയിൽസ്, യൂട്ടിലൈസേഷൻ, ബ്ലെൻഡിങ് എന്നിവയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ വിചാരിച്ചത്. ഇതിന് ശേഷം ഒരു വർഷം വെച്ച് നമ്മൾ നോക്കുക, എത്നോൾ ബ്ലെൻഡിങ് ടാർഗറ്റ് തയ്യാറാക്കാൻ എക്സ്പേർട്ട് ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇപ്പോൾ സർക്കാർ ചോദിച്ച ചോദ്യം E20 വേണമോ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പുതിയ ചോദ്യം E20 എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നായിരുന്നു ചോദ്യം. അപ്പോൾ 2020-21 ഡിസംബറിൽ വലിയ മാറ്റം സംഭവിച്ചു. ഇതാണ് നമ്മുടെ ടൈം ലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളിൽ ഒന്നാണിത്. 21 ഡിസംബർ 2020 CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് എടുത്ത തീരുമാനം 2018 20% ബ്ലെൻഡിങ് ടാർഗറ്റ് വെച്ചു. 2030 നിന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് 2025 അവർ ആക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ ആക്സലറേഷൻ. അതിനാൽ പറയേണ്ടത് 2025 ടാർഗറ്റ് 2001 മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ശരിയായത് 20% ടാർഗറ്റ് 2018 2030 പ്രഖ്യാപിക്കപ്പെട്ട പിന്നീട് 2020-25 മാറിയതായിരുന്നു. അതിന് സ്പീഡ് അവർ കൂട്ടിയായിരുന്നു. 2021 നീതി ആയോഗ് റോഡ് മാപ്പ് കൊണ്ടുവന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് റോഡ് മാപ്പ് ഫോർ എത്നോൾ ബ്ലെൻഡിംഗ് ഇൻ ഇന്ത്യ 2020-2025 പ്രിപ്പയർഡ് ബൈ നീതി ആയോഗ് ആൻഡ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നീതി ആയോഗിന്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ പേജ് പ്രകാരം റിപ്പോർട്ടിൽ 1 ജൂൺ 2021 പ്രസിദ്ധീകരിച്ച ഈ ഡോക്യുമെന്റ് ആണ് E20 എങ്ങനെ നടപ്പാക്കാം എന്നായിരുന്നു അതിൽ എന്ന ചോദ്യത്തിന് വിശദമായ റോഡ് മാപ്പ് നൽകിയത്. പിന്നീട് ആരൊക്കെയാണ് റോഡ് മാപ്പ് തയ്യാറാക്കിയത്, പ്രിപ്പയർ ചെയ്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. റോഡ് മാപ്പ് ഒരു വ്യക്തി തയ്യാറാക്കിയതല്ല. ഒരു ഇന്റർ മിനിസ്ട്രിയൽ കമ്മിറ്റി ഇതിനായി പ്രവർത്തിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും മിനിസ്റ്ററിൻ്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അറൈ എന്ന് പറഞ്ഞ തുടങ്ങിയവരുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ റെലവന്റ് മിനിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ്, അസോസിയേഷൻ എന്നിവരിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിച്ച് വ്യക്തമാക്കുന്നുണ്ട് അതിൽ. പിന്നെ അപ്പോൾ പൊതുജനങ്ങളുടെ ചോദ്യം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ഷൻ. കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് എവരി ഇന്ത്യൻ സിറ്റിസനോടുള്ള റെഫറാൻഡം ആയിരുന്നില്ല. കൺസൾട്ടേഷൻ നടന്നത് പ്രധാനമായും ഗവൺമെന്റ് മിനിസ്ട്രി, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഓയിൽ കമ്പനീസ്, മോട്ടീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രി അസോസിയേഷൻ, ടെക്നിക്കൽ ബോഡീസ് എന്നിവരുമായി ബന്ധപ്പെട്ട് ആയിരുന്നു നടന്നത്. അതിനാൽ ഡോക്യുമെന്ററിയിൽ പറയുന്നത് ഗവൺമെന്റ് കണ്ടക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ലെവൽ കൺസൾട്ടേഷൻ എന്നാണ്. പകരം എവരി ഇന്ത്യൻ കൺസ്യൂമർ വാസ് കൺസൾട്ടന്റ് എന്ന് പറയാൻ ഈ രേഖകൾ തെളിവ് നൽകുന്നില്ല. അപ്പോൾ പിന്നീട് 1016 കോടി ലിറ്റർ നീതി ആയോഗ് റോഡ് മാപ്പിന്റെ കണക്കനുസരിച്ച് E20 ലക്ഷ്യം നേടാൻ വലിയ അളവിൽ എത്നോൾ ആവശ്യമായിരുന്നു. ഏകദേശം 1016 കോടി ലിറ്റർ എത്നോൾ ആവശ്യമായി വരുന്ന കണക്ക് ആക്കി. അത് 10.16 ബില്യൺ ലിറ്റേഴ്സ് അടുത്തുള്ള വൻ അളവാണത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇത്രയും എത്തനോൾ ഉണ്ടാക്കാൻ ഷുഗർ മിൽസ്, ഡിസ്റ്റിലറീസ്, ഗ്രെയിൻ പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, OMC ഇൻഫ്രാസ്ട്രക്ചർ, പെട്രോൾ പമ്പ് എല്ലാം വലിയ തോതിൽ വികസിപ്പിക്കണം.
അതിനാൽ E20 ഒരു ഫ്യൂൽ ബ്ലെൻഡിങ് ഡിസിഷൻ മാത്രമല്ല, ഇതൊരു വലിയ ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടിയ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാറുകളുടെ കാര്യത്തിൽ എന്തായിരുന്നു പദ്ധതി എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നീതി ആയോഗ് റോഡ് മാപ്പ് ഓട്ടോമൊബൈൽ സെക്ടറിനെയും പ്രത്യേകിച്ച് പരിഗണിച്ചിട്ടുണ്ട്. പ്രധാന വിഷയങ്ങൾ E20 കമ്പാറ്റബിലിറ്റി, എഞ്ചിൻ കാലിബ്രേഷൻ, ഫ്യൂൽ സിസ്റ്റം മെറ്റീരിയൽസ്, വെഹിക്കിൾ എഫിഷ്യൻസി, മാനുഫാക്ചർ ഡിസിഷൻ, വെഹിക്കിൾ കോസ്റ്റ്. റോഡ് മാപ്പിലെ എക്സിസ്റ്റിംഗ് വെഹിക്കിളിന് ട്രാൻസിഷൻ സപ്പോർട്ട് നൽകുന്നതായി E10 അവൈലബിലിറ്റി സംബന്ധിച്ച ആശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ന് E20 പ്രഖ്യാപിച്ച് നാളെ എല്ലാ പഴയ കാറുകളും E20 എന്നല്ല, ഒരു ട്രാൻസിഷൻ സ്ട്രാറ്റജിയാണ് പരിഗണിച്ചത്. പിന്നെ നമുക്ക് പെട്രോൾ പമ്പിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് എത്തനോൾ ഉണ്ടാക്കിയാൽ മാത്രം മതിയാകില്ല. അത് റിഫൈനറീസ് എത്തനോൾ പ്ലാന്റ്സ് എടുത്തിട്ട് സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി നോക്കണം. അതിനെ ഗതാഗതം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരണം. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് കൊടുക്കണം. അതേപോലെ പെട്രോൾ പമ്പിലേക്ക് അത് ഡെലിവറി കൊടുക്കണം. പിന്നെ വെഹിക്കിളിലേക്ക് പോകും എന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ കസ്റ്റമേഴ്സിന്റെ വെഹിക്കിൾ എന്ന ചെയിനിലൂടെയാണ് ഇത് എത്തുന്നത്. അതുകൊണ്ട് E20 ഇംപ്ലിമെന്റേഷന് OMC ഇൻഫ്രാസ്ട്രക്ചറും വലിയ പങ്കായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അവിടെ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ 2022 പോളിസി ഒഫീഷ്യലി ചേഞ്ചസ് പ്രഖ്യാപിച്ചത്. 2020 ടാർഗറ്റ് അഡ്വാൻസ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായി. 2021 റോഡ് മാപ്പ് വന്നു. പിന്നീട് 18 മെയ് 2022 യൂണിയൻ ക്യാബിനറ്റ് 2018 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽ ചെയ്യാൻ അവതരിപ്പിച്ചിരുന്ന 20% ടാർഗറ്റ് 2030 നിന്ന് എത്തനോൾ സപ്ലൈ ഇയർ 2025-26 മാറ്റി. പിന്നീട് 15 ജൂൺ 2022 പോളിസി അമെൻമെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി. അപ്പോൾ ആക്സലറേഷൻ പോളിസി ഫ്രെയിംവർക്കിലും ഫോർമുലായിട്ട് കൊണ്ടുവന്നതാണ്. ഇനി പേപ്പർ ട്രയൽ മുഴുവൻ ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. 29 നവംബർ 2001 5% എത്തനോൾ ബ്ലെൻഡിങ് അവതരിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം. അതിനുശേഷം 12 സെപ്റ്റംബർ 2002 GSR 644E കൊണ്ടുവരുന്നു. 1 ജാനുവരി 2003 E5 ഇംപ്ലിമെന്റേഷൻ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം 27 ഒക്ടോബർ 2004 GSR 705E തുടക്കം ഇതിട്ടിട്ട് 2009 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് വരുന്നത്. പിന്നെ അതിനുശേഷം 4 ജൂൺ 2018 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് 2018 കൊണ്ടുവരുന്നു. 2018 തന്നെ 20% ബ്ലെൻഡിങ് ടാർഗറ്റ് നിർദ്ദേശിക്കുന്നു 2030 കൊണ്ടുവരാൻ വേണ്ടി. 2020 നവംബർ 28 എത്തനോൾ റോഡ് മാപ്പ് സംബന്ധിച്ച കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ് ഡിസ്കഷൻ നടത്തുന്നു. അതിനെ സംബന്ധിച്ച് 21 ഡിസംബർ 2020 CCEA എന്ന് പറഞ്ഞ് 2030 മാറ്റി നേരെ 2025 മുമ്പോട്ടാക്കുന്നു. പിന്നെ ജൂൺ 1 2021 നീതി ആയോഗ് റോഡ് മാപ്പ് പബ്ലിഷ് ചെയ്യുന്നു. 8 മെയ് 2022 ക്യാബിനറ്റ് അപ്രൂവ്സ് പോളിസി അമെൻമെന്റ് കൊണ്ടുവരുന്നു. പിന്നെ അതിനുശേഷം 15 ജൂൺ 2022 പോളിസി അമെൻമെന്റ് നോട്ടിഫിക്കേഷൻ വീണ്ടും പുറപ്പെടുവിപ്പിക്കുന്നു. 2023 നമ്മൾ വരപ്പോൾ E20 റോൾ ഔട്ട് ശക്തമാക്കുന്നു. അത് തുടർന്ന് 2025 20% ബ്ലെൻഡിങ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. പിന്നീട് 2023 പോളിസി ജനങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. ഇതുവരെ ഗവൺമെന്റ് ഡോക്യുമെന്റ്, ഗസറ്റ്, ക്യാബിനറ്റ് ഡിസിഷൻ, പിന്നെ നീതി ആയോഗ് റിപ്പോർട്ട് എന്നിവയായിരുന്നു. പക്ഷേ ഇപ്പോൾ E20 പെട്രോള് യഥാർത്ഥ പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു പോളിസി PDF-ൽ നിന്ന് പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു. അതാണ് സാധാരണ ജനങ്ങൾ പോളിസി നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങുന്ന ഘട്ടം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ 2025 E20 ലക്ഷ്യം നേടിയോ എന്ന് അടുത്തൊരു ചോദ്യം കാണും.
ഗവൺമെന്റ് ഡേറ്റ പ്രകാരം 2025 ഇന്ത്യ 20% എത്തനോൾ ബ്ലെൻഡിങ് എന്ന ലക്ഷ്യത്തിലെത്തി. അത് ആദ്യ നിശ്ചയിച്ചിരുന്ന 2030 ടാർഗറ്റിനേക്കാൾ ഏകദേശം 5 വർഷം മുമ്പാണ്. ബ്ലെൻഡിങ് ശതമാനം വർഷങ്ങളായി ഉയർന്നതായി സർക്കാർ ഡേറ്റ കാണിക്കുന്നു. ഉദാഹരണത്തിന് 2020-2021 ഏകദേശം 8.1% അവരെടുത്തായിരുന്നു. 2021-2022 ഏകദേശം 10% കൈവരിച്ച്. 22-23 വരെ 12.6, 2023-24 വരെ 14.60%, 2024-25 വരെ 19.24%. പിന്നീട് അത് 20% ലക്ഷ്യത്തിലേക്ക് എത്തി. അപ്പോൾ E20 പെട്ടെന്ന് വന്നതാണോ? ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വീണ്ടും ചോദിക്കാം. എത്തനോൾ പ്രോഗ്രാം പെട്ടെന്ന് തുടങ്ങിയതാണ്? ഇല്ല. അതിൻ്റെ റൂട്ട്സ് 2001 പോകണം. E5 പെട്ടെന്ന് നടപ്പിലാക്കിയോ? ഇല്ല. അതും നടപ്പിൽ ആക്കിയത് എന്നുവെച്ചാൽ 2001 ഡിസിഷൻ എടുക്കുന്നു, 2002 ഗസറ്റ് പുറപ്പെടുവിപ്പിക്കുന്നു, 2003 ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നു. E20 2001 തന്നെ തീരുമാനിച്ചിരുന്നോ? ഇല്ല. 20% ടാർഗറ്റ് എപ്പോൾ വന്നു? 2018 വന്നത്. ഒറിജിനൽ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2030 ആയിരുന്നു. 2025 എപ്പോൾ വന്നു എന്ന് നിങ്ങൾ അടുത്ത ചോദിക്കും. അപ്പോൾ 21 ഡിസംബർ 2020 CCE ടാർഗറ്റ് അഡ്വാൻസ് ചെയ്തു. അതിന് ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് വെച്ചു. 2021 ഫോർമൽ പോളിസി അമെൻമെന്റ് നടത്തി. 2022 ഇതാണ് യഥാർത്ഥ ചരിത്രം ആണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ സർക്കാർ ജനങ്ങളെ എങ്ങനെ അറിയിച്ചു? ട്രാൻസ്പെറൻസിനെ കുറിച്ച് നോക്കാം. ഈ പോളിസി സംബന്ധിച്ച് വിവരങ്ങൾ വിവിധ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗസറ്റ് ഓഫ് ഇന്ത്യ നിയമപരമായ നോട്ടിഫിക്കേഷനും കളുണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പോളിസി ഡോക്യുമെന്റ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് വെച്ചാൽ PIB അവരതുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ, ഗവൺമെന്റ് അനൗൺസ്മെന്റ് ഇതെല്ലാം ഉണ്ട്. നീതി ആയോഗ് ടെക്നിക്കൽ റോഡ് മാപ്പ് ആൻഡ് പോളിസി സ്റ്റഡീസ് അവർ നടത്തിയ റിപ്പോർട്ടുണ്ട്. പാർലമെന്റ് MPs ചോദിച്ച ക്വസ്റ്റ്യൻസിനും ഗവൺമെന്റ് നൽകിയ ആൻസറും അവൈലബിൾ ആണ്. ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോളിസീസ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട്, അതായത് രേഖകൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു ചോദ്യം, ജനങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ റിപ്പോർട്ടും എല്ലാ ജനങ്ങളും വായിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ പബ്ലിക്ലി അവൈലബിൾ, പബ്ലിക്ലി അണ്ടർസ്റ്റുഡ് എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു 100 പേജ് ഗവൺമെന്റ് റിപ്പോർട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ അത് ടെക്നിക്കലി പബ്ലിക് ആണോ? പക്ഷേ സാധാരണ ഒരു കാർ ഓണർ നീതി ആയോഗ് റിപ്പോർട്ട് വായിക്കുമോ? ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വായിക്കുമോ? മിനിസ്ട്രി പോളിസി ഡോക്യുമെന്റ് പരിശോധിക്കുമോ? മിക്കവാറും ചെയ്യില്ല. അതിനാൽ ഡോക്യുമെന്ററിയിൽ പറയുന്നത് the policy documents were publicly published, but public availability does not automatically mean that every consumer understood the technical and economic implication. ഇതാണ് ബാലൻസ്ഡ് കൺക്ലൂഷൻ. അപ്പോൾ കൺസൾട്ടേഷൻ യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനിൽ പിന്നെ നമുക്ക് നോക്കാം ആരൊക്കെ ഉണ്ടായിരുന്നത്. ഒന്ന്, നീതി ആയോഗ് റോഡ് മാപ്പിൽ കൺസൾട്ടേഷൻ ഇൻപുട്ട് പ്രോസസ്സിന്റെ എവിഡൻസ് ഉണ്ട്. ഗവൺമെന്റ് മിനിസ്ട്രീസിന്റെ ഇതുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതേപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ടായിരുന്നു, ഓട്ടോമോട്ടീവ് മോട്ടീവ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രി അസോസിയേഷൻസ് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഓർഗനൈസേഷന് ഇവിടെ ഇൻപുട്ട് പരിഗണിച്ച് പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെയാണ് എടുത്തത് ഇവർ. അതിൽ E20 കമ്പാറ്റിബിലിറ്റി, വെഹിക്കിൾ മാനുഫാക്ചറിങ്, അതേപോലെ ഫ്യൂവൽ എഫിഷ്യൻസി, ട്രാൻസിഷൻ എന്നിവ പരിശോധിച്ച് ആണ് ഇവർ ചെയ്ത. പക്ഷേ ഇതൊരു നേഷൻ വൈഡ് പബ്ലിക് റെഫറാൻഡം ആയിരുന്നില്ല. അതുകൊണ്ട് ഡോക്യുമെന്ററിയിൽ എക്സാജറേഷൻ ഒഴിവാക്കണം. നമ്മൾ അധികം എക്സാജറേഷൻ ചെയ്യരുത്. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് 2014 ശേഷം എന്താണ് മാറിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ രാഷ്ട്രീയമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഒരു പക്ഷേ പറയാം, എത്തനോൾ പ്രോഗ്രാം 2001 മുതൽ ഉണ്ടായിരുന്നു. അത് രേഖകൾ പിന്തുണയ്ക്കുന്നു, രേഖകൾ ഉണ്ട് അതിന്. മറ്റൊരു വാദം, 2014 ശേഷം അതിന്റെ സ്കെയില്, സപ്ലൈ,
കപ്പാസിറ്റി, പ്രൊക്യൂർമെന്റ്, ബ്ലെൻഡിങ് സ്പീഡ് എന്നിവയിൽ വലിയ ആക്സലറേഷൻ ഉണ്ടായി. രണ്ടും ഒരേ സമയം ശരിയാകാം. E20 ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ. E20 കഴിഞ്ഞാൽ E25, E27, E30, E100. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായി ഞാൻ പറയാം. 2025 മാർച്ച് 20 സർക്കാർ പ്രസ്താവന പ്രകാരം 20% മുകളിലേക്ക് ബ്ലെൻഡിങ് വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് അത് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ ഹാസ് ഒഫീഷ്യലി ഡിസൈഡഡ് ടു ഇമ്മീഡിയറ്റ്ലി മൂവ് ടു E30 എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ പിന്നീട് സർക്കാർ തലത്തിൽ E25, E27, E30 തുടങ്ങിയ ഹയർ ബ്ലെൻഡ് സംബന്ധിച്ച പോസിബിലിറ്റി പരിശോധിക്കുന്നതിന് കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഡിസ്കഷൻ, ഫൈനൽ പോളിസി എന്ന ഡിസ്റ്റിങ്ഷൻ വളരെ പ്രധാനമാണ് ഇവിടെ. പിന്നെ ഭാവിയിൽ ഷുഗർ കെയിൻ മാത്രം ആയിരിക്കുമോ അടുത്ത വലിയ മാറ്റം? 2G എത്തനോൾ ആകാം. ഇന്ന് ഷുഗർ കെയിൻ, മൊളാസസ്, മെയ്സ്, അതേപോലെ റൈസ് എന്നിവ പ്രധാന ഫീഡ് സ്റ്റോക്കാണ്. പക്ഷെ ഭാവിയിൽ റൈസിൻ്റെ സ്ട്രോ എന്ന് വെച്ചാൽ അരിയിലെ വൈക്കോല്, ഗോതമ്പിൻ്റെ വൈക്കോല്, വീറ്റ് സ്ട്രോ, അഗ്രികൾച്ചർ റെസിഡ്യൂസ് എന്നിവ ഉപയോഗിച്ച് എത്തനോൾ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഇത് വലിയ മാറ്റമായിരിക്കും. അപ്പോൾ ഫുഡ് ക്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഫ്യൂവലായി എന്ന ആശയത്തോടൊപ്പം വേസ്റ്റും ഒരു ഫ്യൂവലായി എന്ന മോഡൽ വളരും. എന്നുവെച്ചാൽ ഇതെല്ലാം വേസ്റ്റേജിൽ നിന്ന് ഉണ്ടാക്കാനുള്ള മോഡലാണ് വളരുന്നത്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ ഇവിടെ മറ്റൊരു വലിയ ചോദ്യം വരും. ഫുഡ് ക്രോപ്പ് ഫ്യൂവലിനായി ഉപയോഗിച്ചാൽ മെയ്സ് എത്തനോൾ പ്രൊഡക്ഷൻ ഉയർന്നാൽ ക്വാളിറ്റി ഇൻഡസ്ട്രിയെ ബാധിക്കുമോ? സ്റ്റാർച്ച് ഇൻഡസ്ട്രിയെ ബാധിക്കുമോ? ഫുഡ് പ്രൈസ് മാറുമോ? കോൺ ഇമ്പോർട്ട് വർദ്ധിക്കുമോ? ഇതാണ് എത്തനോൾ പോളിസിയുടെ അടുത്ത തലമുറയിൽ വലിയ ഡിബേറ്റ്. അതുകൊണ്ട് ഫ്യൂച്ചർ ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ഇന്ത്യ പ്രൊഡ്യൂസ് ഇനഫ് എത്തനോൾ എന്നതിൽ മാത്രം നിർത്താൻ പാടില്ല. ചോദിക്കേണ്ടത് വാട്ട് ഈസ് ദ എക്കോണമി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദാറ്റ് എത്തനോൾ എന്നതാണ്. അവിടെ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് സാധ്യതയും ഗ്രോത്ത് സാധ്യതയും ഉണ്ട്. പിന്നെ വാട്ടർ, ഏറ്റവും വലിയ ചോദ്യം. ഷുഗർ കെയിൻ എത്തനോളിൻ്റെ മറ്റൊരു വലിയ വിഷയം വാട്ടറാണ്. 1 ലിറ്റർ എത്തനോൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു? ഇത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങളൊരു കണക്ഷൻ ആവാൻ വേണ്ടി ഇവിടെ ഞാൻ ചോദിക്കുകയാണ്. അവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഇത് ഏത് സംസ്ഥാനത്ത് ഏത് ഫീഡ് സ്റ്റോക്ക്, റെയിൻ ഫെഡ് ആണോ അതോ ഇറിഗേറ്റഡ് ആണോ, ഗ്രൗണ്ട് വാട്ടർ സ്ട്രെസ് ഉണ്ടോ, ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു, 2G എത്തനോളിലേക്ക് മാറാനാകുമോ? അതുകൊണ്ട് എത്തനോൾ സസ്റ്റൈനബിലിറ്റി പരിശോധിക്കുമ്പോൾ ഫ്യൂവൽ ഔട്ട്പുട്ട് മാത്രം നോക്കരുത്, വാട്ടർ ഫുട് പ്രിൻറ്റും നോക്കണം. പിന്നെ നിങ്ങളുടെ കാറിൻ്റെ ഭാവി E20 അല്ലെങ്കിൽ E85 E35 അതിലേക്ക് മാറുമോ, അല്ലെങ്കിൽ നേരെ E100? ഇങ്ങനെ ഓരോ ഫ്യൂവൽ ബ്ലെൻഡിനും എഞ്ചിൻ ഡിസൈൻ, കാലിബ്രേഷൻ, മെറ്റീരിയൽ, ഫ്യൂവൽ സിസ്റ്റം കമ്പാറ്റിബിലിറ്റി എന്നിവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് കാർ, നമ്മളിപ്പോഴുള്ള നിലവിലുള്ള കാർ, E20 കമ്പാറ്റിബിൾ കാർ, ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾ, E100 കേപ്പബിൾ വെഹിക്കിൾ എന്നിവ ഒരു കാര്യമല്ല. ഇത് ആണ് നമ്മുടെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ്റെ വിഷയം. അപ്പോൾ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന നിലയിൽ ഈ വീഡിയോ വരെ ഇന്ത്യയുടെ എത്തനോൾ പ്രോഗ്രാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ ഉള്ള ഉത്തരത്തിൽ നിങ്ങൾക്കിതിൽ മനസ്സിലാക്കണം. 25 വർഷത്തേക്ക് ഒരേ രീതിയിൽ തയ്യാറാക്കിയ ഒരു ഫിക്സഡ് മാസ്റ്റർ പ്ലാൻ ആയിരുന്നില്ല. ഇത് ഘട്ടം ഘട്ടമായി വികസിച്ച ഒരു പോളിസി ആയിരുന്നു. 2001 5% ബ്ലെൻഡിങ് ഡിസിഷൻ, 2002 ഗസറ്റ് പുറപ്പെടുവിപ്പിക്കുന്നു 644,
2003 E5 ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നു. 2004 റെഗുലേറ്ററി റിവിഷൻ ചെയ്യുന്നു. 2006 എക്സ്പാൻഷൻ ചെയ്യുന്നു. 2009 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൾസ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. 2018 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൾസ് വരുന്നു. അതിന് ഒറിജിനൽ ടാർഗറ്റ് അവർ വിട്ട റിപ്പോർട്ട് പ്രകാരം ഒറിജിനൽ ടാർഗറ്റ് 20% 2030 എത്തുക. പിന്നീട് 2020 ടാർഗറ്റ് ആക്സലറേഷൻ്റെ ഭാഗമായിട്ട് 21 ഡിസംബറിൽ 2020 2030 മാറ്റി നേരെ 2025 പിന്നിലോട്ടാക്കി. അവർ 2021 നീതി ആയോഗ് റോഡ് മാപ്പ്, 2022 ഫോർമൽ പോളിസി അമെൻമെൻറ്റ്, 2023 E20 റോൾ ഔട്ട്, പിന്നെ 2025 20% ബ്ലെൻഡിങ് അച്ചീവ് ചെയ്യുന്നു. ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ആയോഗ് റിപ്പോർട്ട്, ഫാർമർ, എത്നോൾ ബ്ലെൻഡ്, പെട്രോൾ പമ്പ്, E20 കാർ. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും പറയുമ്പോൾ E20 ഇന്ത്യയിൽ പെട്ടെന്ന് കൊണ്ടുവന്നതാണോ നിങ്ങൾ ചോദിക്കണം. 2001 എന്താണ് തീരുമാനിച്ചത്? ഗസറ്റ് 644 എന്നത് എന്താണ്? 2003 എന്താണ് നടപ്പിലാക്കിയതെന്ന് അറിയാമോ? 2009 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് എന്തായിരുന്നു? 2018 പോളിസി എന്നത് പറയുന്നത് എന്തായിരുന്നു? 2030 ടാർഗറ്റിനെ എങ്ങനെ 2025 ആക്കി? 21 ഡിസംബർ 2020 CCA തീരുമാനം എന്തായിരുന്നു? 2021 നീതി ആയോഗ് റോഡ് മാപ്പ് എന്നത് എന്താണ് പറയുന്നത്? ആരൊക്കെയാണ് കൺസൾട്ടേഷനിൽ ഉണ്ടായിരുന്നത്? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നത് എന്താണ് പറഞ്ഞത്? ഓയിൽ കമ്പനീസിന് എന്താ ഇൻഫ്രാസ്ട്രക്ചർ വേണമായിരുന്നു? 2022 പോളിസി എങ്ങനെ ഫോർമലായി അമെൻഡ് ചെയ്തു? 2025 ഇന്ത്യ എങ്ങനെ 20% എത്തി? ഇവയെല്ലാം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. എത്നോൾ ഇന്ത്യയിൽ ഇന്നലെ തുടങ്ങിയ ഒരു പദ്ധതിയല്ല. പക്ഷേ അതിൻ്റെ വേഗതയും വ്യാപ്തവും പിന്നീട് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം എത്നോൾ പദ്ധതി ഉണ്ടായിരുന്നോ എന്നതല്ല, രേഖകൾ അതിന് ഉത്തരം നൽകുന്നു. യഥാർത്ഥ ചോദ്യം ഈ പദ്ധതി എത്രത്തോളം ആസൂത്രണം ചെയ്തിരുന്നതാണ്? ആരാണ് കൺസൾട്ടേഷൻ ഉൾപ്പെടുത്തിയത്? കർഷകർക്ക് യഥാർത്ഥത്തിൽ എത്ര നേട്ടം ഉണ്ടായെന്നാണ്? ഓയിൽ കമ്പനിക്ക് എന്ത് നേട്ടം കിട്ടുന്നു? ഗവൺമെന്റിന് എന്ത് നേട്ടം കിട്ടുന്നു? കൺസ്യൂമറിന് എന്ത് നേട്ടം കിട്ടുന്നു? E20 യഥാർത്ഥ സാമ്പത്തികവും പരിസ്ഥിതിപരമായ വില എത്രയാണ് കൊടുക്കേണ്ടി വരുന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത അന്വേഷണത്തിൻ്റെ വിഷയം. ഇന്ത്യയുടെ എത്നോൾ റെവല്യൂഷൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥ അന്വേഷണം ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണ്. താങ്ക് യു, നമസ്കാരം. വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.